സാർ ഇന്നലെ ഒരു വീഡിയോ കണ്ട് KM ഷാജിയുടെ. അതിന്റെ താഴെ വന്നൊരു പോസ്റ്റ് ഇങ്ങനെയാണ്: നെറ്റിയിൽ മതം, മീശയിലും താടിയിലും മതം, തലയിൽ മതം, ഇടുന്ന ഉടുപ്പിൽ മതം, ഭാഷയിൽ മതം, പഠനത്തിൽ മതം, നിയമങ്ങളിൽ മതം, ഭക്ഷണത്തിൽ മതം, പിന്നെ അവർ ഈ പൊന്നാനിയിലൊക്കെ പോകുന്ന അതിൽ വരെ മതം. ഇവരാണ് മറ്റുള്ളവരെ വർഗീയവാദികൾ എന്ന് വിളിക്കുന്നത്. അതായത് ഈ നമ്മുടെ സജി ചെറിയാൻ അമൃതാനന്ദമയ്യെ പോയി കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചത് ഷാജിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ വർഗീയത കൊണ്ട് കേരളത്തെ ആകെ അങ്ങ് തള്ളിമറിക്കാനൊക്കെ നോക്കിക്കോ, അമൃതാനന്ദമയ്യ ഉമ്മ വെച്ചോ, കെട്ടിപ്പിടിച്ചോ, കാലിൽ വീണോ, അതൊക്കെ ചെയ്തോ, പക്ഷെ കൂടുതൽ ഇങ്ങോട്ടിട്ട് ഉണ്ടാക്കാൻ വരണ്ട എന്നുള്ള രീതിയിലാണ് ഷാജി പറയുന്നത്. ഇവര് പറയുന്ന അത്ര വർഗീയത ആരെങ്കിലും, ഇപ്പൊ അമൃതാനന്ദമയ്യ അടക്കം, അമൃതാനന്ദമയ്യ ഒന്നും ഒരിക്കലും ഒരു വർഗീയത പറഞ്ഞ് നമ്മൾ ആരും കേട്ടിട്ട് പോലും ഇല്ല. അപ്പോ വർഗീയത മറ്റാരെങ്കിലും പറയുന്നുണ്ടോ? ഇതിനകത്ത് ആരെങ്കിലും പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആർക്കും ഇതിന് സമയമില്ല. ഇപ്പൊ തന്നെ നമ്മളായാലും പറയത്തില്ലല്ലോ. ഷാജിയുടെ ഉരക്കിടന്ന് നമ്മൾ അവസാനം പറയത്തില്ല. ഈ പോക്കറ്റടിക്കാരുടെ പരിപാടി പോക്കറ്റ് അടിച്ചിട്ട് ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ അവനെ പിടിക്കാൻ പോകുന്നതിൻ്റെ ഇടയിലോട്ട് കയറിയിട്ട് ആ കള്ളം വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കിടന്നു പോകും. മുസ്ലിം ലീഗ് എന്ന് പറയുന്നതിനകത്ത് അതൊരു പേര് തന്നെ മുസ്ലിം ലീഗ്, അത് വർഗീയ പാർട്ടിയല്ല. അവരാണ് ഈ പറയുന്ന പോലെ BJP എന്ന് പറഞ്ഞ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി വർഗീയ പാർട്ടിയാണ്. അതിനെ കണ്ടു, അതിൻ്റെ നിറം കണ്ടോ, മോദിയുടെ താടി കണ്ടോ, അതൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഞാൻ യോഗിയുടെ കാവ്യ കണ്ടു പറയും. ഇവർക്ക് ഇതിനകത്ത് പറയുന്നതിന് കാര്യമില്ല. ഇവർ മതേതര ജനാധിപത്യ കണ്ടുപിടിച്ച പാർട്ടിയാണ്. അപ്പം അതിനകത്ത് ഉള്ള നേതാക്കന്മാരെ പറ്റിയൊന്നും എനിക്ക് ഈ പറയുന്ന പോലെ മാന്യന്മാരായിട്ടുള്ള നേതാക്കന്മാരൊക്കെ ഉണ്ട്, എനിക്ക് ഇഷ്ടമുള്ള നേതാക്കന്മാരൊക്കെ ഉണ്ട്. എനിക്ക് ഈവൻ കുഞ്ഞാലിക്കുട്ടിയെ പോലും അദ്ദേഹത്തിൻ്റെ ചില കാര്യത്തിനകത്തും അദ്ദേഹത്തിൻ്റെ മാന്യമായ പെരുമാറ്റത്തിനകത്തും ഒക്കെ എനിക്ക് ഇഷ്ടം. അയാൾ ആവശ്യമില്ലാത്ത കാര്യത്തിനകത്തൊന്നും സംസാരിക്കുന്നത് ഞാൻ ഈ പറയുന്ന പോലെ വേറെ ഒരു ജാതിയുടെയും മതത്തിൻ്റെയും കാര്യത്തിനകത്തും സംസാരിക്കുന്നതൊന്നും കണ്ടിട്ടില്ല. മുനീറിനെയൊക്കെ അറിയത്തില്ലേ? നമുക്ക് ഓരോരുത്തരും വ്യക്തിപരമായിട്ട് മാന്യമായിട്ടുള്ള പാർട്ടി ഈ പറയുന്ന ഒരു അലിഗേഷനുള്ളത്. പക്ഷേ ഈ പറഞ്ഞ ഷാജി എന്ന് പറയുന്നവൻ ശകലം ക്രിമികടി വൃത്തിയായിട്ടുള്ളവനും കൃത്യമായിട്ട് ജാതിയും വർഗീയതയും ഇതിനകത്ത് പറഞ്ഞ് മുന്നോട്ട് പോകുന്നതിനകത്ത് വളരെ കൂടുതലായിട്ട് ശ്രദ്ധ ചെലുത്തുന്ന ഒരു നേതാവ് തന്നെയാണ് ഇയാൾ. ഇതിനകത്തല്ല, ഈ പ്രസംഗത്തിനകത്തല്ല, ഇതിനു മുമ്പും പല പ്രസംഗത്തിനകത്തും ഈ പറയുന്നത് പോലെ ചില വിഷയത്തിനകത്തും ഒക്കെ വരുമ്പോൾ അത് ബാക്കി ചിലർ വിമർശിക്കുന്നതിനപ്പുറം ഈ തട്ടത്തിൻ്റെ കാര്യമായാലും ഈ പറയുന്ന ഓരോ പാർട്സായിട്ടുണ്ടല്ലോ, അതിൻ്റെ കാര്യത്തിനകത്തൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പം ഇദ്ദേഹത്തിന് ഈ അമൃതാനന്ദമയ്യയുടെ കാര്യത്തിനകത്തൊരു മന്ത്രി കെട്ടിപ്പിടിച്ചതിനോ അല്ലെങ്കിൽ MLA കെട്ടിപ്പിടിച്ചതിനോ MP കെട്ടിപ്പിടിച്ചതിനോ ഒക്കെ വിമർശിക്കേണ്ട കാര്യമൊന്നുമില്ല. മതേതര ജനാധിപത്യ രീതിയിൽ പോകുന്ന ഒരു കാര്യം മാത്രമല്ല, എല്ലാത്തിനകത്തും എന്തിനകത്തും വേറൊരാൾക്ക് കുഴപ്പമുണ്ടാകുന്ന, വേറൊരാളുടെ സ്വാതന്ത്ര്യത്തെ ബാധിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുള്ള രാജ്യമാണല്ലോ. ഈ പറയുന്ന സജി ചെറിയാൻ അവിടെ ചെന്നു, അവർ ഈ ആൾക്കാരെ കാണുമ്പോൾ അവരെ വരവേൽക്കുന്നു അല്ലെ അനുഗ്രഹിക്കുന്നത് കെട്ടിപ്പിടിച്ചാണ്. അപ്പോൾ സജി ചെറിയാൻ അവിടെ ചെന്നപ്പോൾ അവർ കെട്ടിപ്പിടിച്ചു. ഇവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്, അന്ന് ഷാജി ഇത് കണ്ടില്ലായിരുന്നു. ഇവിടുത്തെ പല രാഷ്ട്രപതിമാരെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടല്ലോ, ഉപരാഷ്ട്രപതിമാരെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടല്ലോ, പ്രധാനപ്പെട്ട പല കക്ഷികളെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടല്ലോ. ഈ അമൃതാനന്ദമയി എന്ന് ഷാജി പോലും കെട്ടിപ്പിടിക്കും. അവർക്ക് അങ്ങനെയില്ല. അമൃതാനന്ദമയി എന്ന് പറയുന്ന ആൾക്ക് വളരെ കൃത്യമായിട്ട് അവരൊരു ജാതിയുടെയും അല്ലെങ്കിൽ ഒരു മതവും മോശമാണെന്ന് പറയുന്നില്ല, ഒരു ജാതിയും അവർ മോശമാണെന്ന് പറയുന്നില്ല, ആരെയും അവിടെ വേണ്ടെന്ന് പറയുന്നില്ല, ആരും വരണ്ടെന്ന് പറയുന്നില്ല, ഒന്നിനെയും പ്രൊമോട്ട് ചെയ്യുന്നില്ല. അവർ വിശ്വസിക്കുന്ന ഒരു ആചാരം അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന ഒരു സംസ്കാരം ഇതിലൂന്നി മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനത്തിലാണ് കാണുന്നത്. ഇത് ആരാണ്ട് പറഞ്ഞിട്ടോ ആളിനെ കൂട്ടിയിട്ടോ സമ്മേളനം കൂട്ടിയിട്ടോ ഒന്നും അല്ലല്ലോ അമൃതാനന്ദമയ്യയുടെ അവിടെ ആൾ കൂടുന്നത്. അവർ രണ്ട് മുഖശ്രീ ആയിരുന്നെന്നോ വരെ പറ്റി എന്തെല്ലാം കഥ വന്നു. സുഡാമണി ഏതാണ്ട് മണി ഒക്കെ പറയുന്നു. പക്ഷേ ഈ പറയുന്നതൊക്കെ പറയുമ്പം അവിടെ ചെന്നിട്ട് അവരുടെ ആശ്രിതരായിട്ട് നിൽക്കുന്നത്, അവരുടെ ഈ പറയുന്നത് പോലെ ആശ്രമത്തിൽ നിൽക്കുന്നവർ, അവർക്ക് സേവ ചെയ്യാൻ നിൽക്കുന്നവരൊക്കെ ഈ പറയുന്ന പോലെ ബഹിരാകാശത്തേക്ക് സാറ്റലൈറ്റ് വിടുന്നവന്മാരാണല്ലോ. ഈ സുഡാമണിയും ഇവൻ പറയുകയും ഇപ്പം ഇയാൾ ആൾ ദൈവം എന്ന് പറയുന്നതും അല്ലെങ്കിൽ മോശക്കാരിയാണെന്ന് പറയുന്നതും ആൾക്കാരെ പറ്റിക്കാനാണെന്ന് പറയുന്നതും ഒക്കെ ആയിട്ടുള്ള ഈ പറയുന്ന അമൃതാനന്ദമയി എന്ന് പറയുന്ന ആൾക്കാരുടെ അവിടെ ചെന്നിരിക്കുന്ന ഒന്ന് കുത്തിയിരിക്കുന്ന മോഹൻലാലാണ് നമുക്ക് ഏറ്റവും അറിയാം. ഇവർക്ക് പറയുന്നത് മനസ്സിലാവും. പിന്നെ ഈ സാറ്റലൈറ്റ് വിടുന്ന ആൾക്കാർ ഇവർക്ക് വലുതായിട്ട് മനസ്സിലാവത്തില്ലല്ലോ, കാരണം ആരാന്നുള്ള ആ രീതിയിലുള്ള ബോധമൊന്നുമില്ല. മോഹൻലാൽ അപ്പുറത്തിരിക്കുന്നു അല്ലെങ്കിൽ അപ്പുറത്തിരിക്കുന്നു, ഈ രീതിയിലുള്ള ആളല്ലേ. ഇപ്പൊ ഷാജിക്ക് എന്താ ഇത്ര സോക്കേട്? ഷാജിയുടെ ജോലി നോക്കി നാളെ കാലത്ത് ഈ പറയുന്ന പോലെ ഈ
പിണറായി വിജയൻ്റെ പാർട്ടിക്കകത്ത് പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടെങ്കിലും, സജി ചെറിയാന് വേറെ വിഷയങ്ങളുണ്ടെങ്കിലും, അയാൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പിനകത്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ നോക്കി രാഷ്ട്രീയം പറയുന്നതിന് പകരം സജി ചെറിയാൻ ഉള്ള പ്രശ്നങ്ങളൊന്നും ഷാജിക്ക് വിഷയമല്ല. സജി ചെറിയാൻ അഴിമതി കാണിച്ച വിഷയമല്ല, അല്ലെങ്കിൽ സജി ചെറിയാൻ പ്രശ്നങ്ങൾ കാണിച്ച വിഷയമല്ല, ഭരണഘടന ലംഘിച്ചണക്ക് പോലും ഇദ്ദേഹത്തിന് ആശ്വാസമില്ല. മാതാമൃതാനന്ദമ്മയുടെ അവിടെ പോയി അവിടെ ചെന്നിട്ട് അവരുടെ അനുഗ്രഹം മേടിച്ചിട്ട് മാതാമൃതാനന്ദമ്മയുടെ സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് ഒരു അമ്മയുടെ പോലെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അമ്മയുടെ അതേ ഫീലിങ്സിൽ കിട്ടി എന്ന് പറഞ്ഞപ്പം ഈ പറയുന്നത് പോലെ പെരുവിരള എന്ന് പെരിപ്പ് കയറത്തക്കോണം ഉള്ള ഒരവസ്ഥ ഈ ഷാജിക്കുണ്ടായെങ്കിൽ ഷാജി മതേതര ജനാധിപത്യ സംവിധാനത്തിന്റെ ആളൊന്നുമല്ല. ഈ പറയുന്നത് പോലെ ഇന്ത്യ ഇപ്പം നേരിടുന്ന, ഇന്ത്യക്ക് ഭീഷണിയായിട്ടുള്ള, ഇന്ത്യക്ക് പ്രശ്നമായിട്ടുള്ള, നമ്മൾ പറയുമല്ലോ PFI-കാരനെ SDPI-കാരനെ, അതിൻ്റെ ഒരു വേറൊരു മുഖം. അവന്മാർക്ക് ഇപ്പൊ ഇന്ത്യ നിലനിൽപ്പില്ലല്ലോ. അവന്മാരെന്താ വെളുപ്പാങ്കാലത്ത് അണ്ടർവെയർ ഇടാൻ സമ്മതിക്കാതെ ഈ പറയുന്നത് ED കൊണ്ടുപോകും. ഇവൻ അതിന്റെ ഭാഗമായിട്ട് നിന്നാൽ ഇവനെ കൊണ്ടുപോയനെ. അപ്പൊ ഇവൻ അതിന്റെ ഭാഗമായിട്ട് നിൽക്കാതെ ഈ വേറൊരു മുഖത്മൂടി ഇട്ടിട്ട് അവരുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളാ. മനസ്സിലാവുന്നു? അവരുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളാ. നല്ല മുസ്ലിങ്ങളൊന്നും ഞാൻ നിൽക്കുന്നില്ല. അവർക്ക് അവരുടെ കാര്യം. അവരുടെ നമ്മൾ ഈ മുസ്ലിങ്ങളെ ഈ സൈസിനകത്ത് 5% ഉള്ളൂ. 5% തന്നെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ബാക്കിയുള്ള മുസ്ലിങ്ങളെ പരിശോധിക്കുമ്പം അവന് ഇവിടെ നമുക്കറിയാലോ ഈ ഏറ്റവും അവസാനം ഏറ്റവും വലിയൊരു വിഷയമാണ് ഏതാ സിന്ദൂർ എന്ന് പറയുന്ന വിഷയം. നമ്മുടെ ഈ മതം പറഞ്ഞ് കൊന്ന സമയത്ത് ഇവിടുത്തെ ഈ പറയുന്ന ഷാജി പറഞ്ഞതെന്ന് എനിക്കറിയില്ല, മുസ്ലിം ലീഗുകാരൻ പറഞ്ഞല്ലോ, ഓവൈസി പറഞ്ഞല്ലോ, നമ്മളെല്ലാം പറയല്ലോ ഓവൈസി എന്ന് പറയുന്ന ആളാണ് ഇന്ത്യയെ കൊണ്ടുവന്ന് പാകിസ്ഥാനാക്കാൻ നടക്കുകയെന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞല്ലോ. അല്ല, ഇതിനു മുമ്പ് മുഷറഫ് ഇതുപോലെ ഒരു വിഷയത്തിനകത്ത് ചർച്ചയ്ക്ക് വന്ന വീട് വന്നിട്ട് ഞങ്ങൾ കാശ്മീരിലെ മുസ്ലിങ്ങൾ, അന്നേരം ഓവൈസി പറഞ്ഞു ഇയാൾ കാശ്മീരിലെ മുസ്ലിമിൻ്റെ കാര്യം നോക്കണ്ട, അത് നോക്കാൻ ഇവിടുത്തെ ഞാൻ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കകത്തുള്ള മുസ്ലിങ്ങളുണ്ട്. ഇയാൾ കാശ്മീരിലെ മുസ്ലിങ്ങളെ പാകിസ്ഥാൻകാരൻ വലിയതായിട്ട് സ്നേഹിക്കേണ്ട. അവരിപ്പോൾ പറഞ്ഞല്ലോ ഇവിടെ കയറി ആരും അടിക്കൊന്നും വേണ്ട, ഇവിടെ മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ സമാധാനത്തെയും സന്തോഷത്തെയും ഒക്കെ ജീവിക്കുന്ന സ്ഥലമാണ്. മുസ്ലിങ്ങളുടെ സമാധാനവും സന്തോഷവും ഉണ്ടാക്കാനും അല്ലെങ്കിൽ അവർക്ക് സ്വാതന്ത്ര്യം തരാനും പാകിസ്ഥാനിൽ നിന്ന് ഇവിടെ കയറി ഇവിടുത്തെ ആൾക്കാരെ കൊന്ന് സമാധാനം ഉണ്ടാക്കണ്ട. ഞങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞു തീർത്തോളാം, ഞങ്ങളുടെ രാജ്യമായത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അതിനകത്ത് ഇയാൾ വേറെ രാജ്യത്തു നിന്ന് ഇവിടെ വന്ന് ജാതി മതമൊന്നും നടത്തണ്ട. ഇന്ത്യക്കകത്ത് മുസ്ലിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. മുസ്ലിങ്ങൾ സുരക്ഷിതമായിട്ടാണ് അല്ലെങ്കിൽ വളരെ വൃത്തിയായിട്ടാണ് ജീവിക്കുന്നത്. എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിൽ പറയും, ഞങ്ങളുടെ വീടാണ്, വീടിനകത്ത് സംസാരിക്കും, ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പറയും എന്ന് പറയുന്നത് പോലെയുള്ള മുസ്ലിങ്ങൾ ഉള്ളിടത്ത ഈ പറയുന്ന കേരളത്തിനകത്ത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്കകത്ത് നമുക്ക് ഈ പറയുന്ന പോലെ എനിക്ക് നേതാക്കന്മാരോടൊന്നും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ആ ലീഗിൻ്റെ പാർട്ടി ആയിരിക്കും, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി വർത്തമാനം പറയുന്ന പാർട്ടി ആയിരിക്കും. വർത്തമാനം പറയട്ടെ, അവർക്ക് വേണ്ടി വർത്തമാനം പറഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കുറവുകൾ അല്ലെങ്കിൽ അവരെ ആരെങ്കിലും തയ്യുന്നുണ്ടെങ്കിൽ പറയട്ടെ. പക്ഷെ അവർക്ക് മതാന്തമന്റെ ഈ ഷാജി പറയുന്ന പോലെ കുറ്റപ്പെടുത്തേണ്ട കാര്യവും വേറെ മതത്തിനകത്തെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ട കാര്യവും അല്ലെങ്കിൽ അവരുടെ മുസ്ലിങ്ങളെ വല്ലതും പറയുന്നെങ്കിലോ ആ മതത്തിനകത്ത് ഈ പറയുന്നവരുടെ അവരുടെ ചിട്ടയ്ക്കകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നെങ്കിലോ ഒക്കെ പറഞ്ഞാൽ അടക്കം പറഞ്ഞല്ലോ ഗണപതി മിത്താണ്, അത് ഗണപതി മിത്താന്ന് പുള്ളി പറഞ്ഞു. അത് പുള്ളിയുടെ അഭിപ്രായം ആയിക്കോട്ടോ, അതിന്റെ പുള്ളിക്ക് പിന്നെ ആവശ്യം പോലെ കിട്ടിയല്ലോ. അപ്പം ശംസീറിന് ഗണപതി മിത്താന്ന് പറയാൻ പറ്റും. അതിനകത്ത് എന്തെങ്കിലും പറയാമെങ്കിൽ അവന്മാർ വന്ന് ഈ മുഹമ്മദ് മാഷിന്റെ കൈവെട്ടി ടീമുണ്ടല്ലോ, അവന്മാരൊന്ന് ശംസീറിന്റെ ജോസഫ് മാഷിന്റെ കൈ വെട്ടിയവന്മാരെ വന്ന് ഈ ശംസീറിന്റെ കൈയും കാര്യം വെട്ടിക്കൊണ്ടു. ഇത് ശ്രദ്ധിച്ചിട്ടില്ലയോ? ഇത് ഈ ഷാജി എന്ന് പറയുന്ന ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ പറയുന്ന വർഗീയവാദി അല്ലെങ്കിൽ സുഡാപ്പി നമ്മൾ വിളിക്കുന്നില്ലയോ, അതിന്റെ ഈ പറഞ്ഞ മുസ്ലിം ലീഗിന്റെ അകത്തെ മുഖമാണ്. ആ മതത്തെ പറ്റി സിനിമ എടുക്കാൻ പറ്റത്തില്ല, അതിന് സ്വാതന്ത്ര്യമില്ല. വേറെ മതത്തെ പറ്റി സിനിമ എടുത്താൽ കണ്ടില്ല, അത് ഇവർ സമ്മതിക്കത്തില്ല. എടാ, നിന്നെ പറ്റി എടുക്കുന്നില്ല, അല്ലെങ്കിൽ നിന്നെ പറ്റി വരയ്ക്കുന്നില്ല, നിന്നെ പറ്റി എഴുതുന്നില്ല, വേറെ ആരെ പറ്റിയെങ്കിലും എടുത്താലും അതും പ്രശ്നമാണ്. ഒരു രീതിയിലും ജീവിക്കാൻ പറ്റത്തില്ല. ചില പണ്ടത്തെ പാണ്ഡ്യാമണിയൻ്റെ കൂട്ടാ. പാണ്ഡ്യാമണിയൻ്റെ കഥ അറിയാമോ? പാണ്ഡ്യാമണി എന്ന് പറഞ്ഞ ഒരുത്തരുണ്ടായിരുന്നു. ഇവനെന്ന് പറഞ്ഞാൽ ലോകത്ത് എന്നും പ്രശ്നം, ആർക്കും ഒരു ഗുണമില്ല, എല്ലാവർക്കും ദ്രോഹമാണ്. എന്നുവെച്ചാൽ അതാണ് അയാളുടെ ക്യാരക്ടർ. പാണ്ഡ്യാമണിയം വന്നാൽ എല്ലായിടും പ്രശ്നം. അവസാനം പാണ്ഡ്യാമണിയം പറഞ്ഞു കുറേ ആൾ കഴിഞ്ഞപ്പോൾ ഇയാൾ നല്ല മനുഷ്യനാവുന്ന രീതിയിൽ നാട്ടുകാരെ എല്ലാം പിടിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഞാൻ ഇത്രയും നാൾ ചെയ്ത് മൊത്തം മഹാഭാവം, എന്നെക്കൊണ്ട് ആരും സ്വൈര്യമായിട്ട് ജീവിച്ചിട്ടില്ല. എനിക്കിപ്പോൾ ഈ പറയുന്ന പോലെ ചെയ്ത കാര്യത്തെ പറ്റിയെല്ലാം വളരെ പശ്ചാത്താപം വരുന്നുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങളൊക്കെ നല്ല മനുഷ്യരാണെന്ന് എനിക്കറിയാം. എനിക്ക് വേണ്ടി ഞാൻ ഈ പാപത്തിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടി ഒരു കാര്യം ചെയ്യണം. ഞാൻ ചത്തി കഴിയുമ്പോൾ ഇനി അധികം കാലം ഒന്നുമില്ല, ഞാൻ മരിച്ചു കഴിയുമ്പോൾ എൻ്റെ ആസനത്തിനകത്ത് ഒരു ആപ്പടിച്ച് കയറ്റിയേക്കണം എന്ന് പറഞ്ഞു.
അപ്പം ഇത് പറഞ്ഞിട്ട് പുള്ളിയൊക്കെ പോയി. അധികം കാലം ആവുന്നതിന് മുമ്പ് ഈ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞപ്പോൾ വിചാരിച്ചു, പാവിയാന്നേലും അവനത് തിരിച്ചറിഞ്ഞിട്ട് ഒരു പശ്ചാത്താപമൊക്കെ നടത്തിയില്ലേ. പശ്ചാത്താപമൊക്കെ നടത്തി ഈ പറഞ്ഞതുപോലെ വന്നു. അയാൾ മരിച്ചിട്ട് ഇനി മോക്ഷം കിട്ടുന്നേ കിട്ടിക്കോട്ടെ, നേരത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിരുന്നിട്ട് വല്ല കാര്യവും ഉണ്ടോ. അപ്പോൾ അതെന്ന് വെച്ചിട്ട് ഈ പറഞ്ഞ അവരെല്ലാം കൂടെ നാട്ടുകാരെല്ലാം കൂടെ കൂടി നല്ല വൃത്തിയായിട്ടൊരു അലവിൻ്റെ ആപ്പ് സംഘടിപ്പിച്ച്, അലവെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അടയ്ക്കാമരത്തിൻ്റെ ആപ്പൊക്കെ ഉണ്ടാക്കി സംഘടിപ്പിച്ച് അടിച്ചു കയറ്റി. മരിച്ചു കഴിഞ്ഞിട്ട് അടിച്ചു കയറ്റി കഴിഞ്ഞ് പോലീസുകാർ വന്നപ്പോൾ പാണ്ഡ്യാമണിയും ചത്തു. എങ്ങനെ എത്തുമോ നോക്കിയപ്പോൾ ആസനത്തിൽ ആപ്പ് ഇരിക്കുന്നു. കേസായില്ലയോ, വഴക്കായില്ലയോ? ഈ ആസനത്തിൽ ആ പിടിച്ചവനെ മൊത്തം പോലീസ് പിടിച്ചു. കൊലപാതകമായി, നാശമായി എന്ന് പറഞ്ഞാൽ ഇവൻ ജീവിച്ചിരുന്നപ്പോഴും നാശമായിരുന്നു. അപ്പൊ അവൻ ചാവുന്നതിന് മുമ്പ് തീരുമാനിച്ചു ചത്ത് കഴിഞ്ഞ് മുമ്പായിരുന്നു സമാധാനത്തെ ജീവിക്കേണ്ട എന്ന് പറയുന്ന രീതിയിലേക്കുള്ള ഐറ്റമായി ഷാജി. അത് ഇവനൊക്കെ പാണ്ഡ്യാമണിയന്റെ വേറെ ജന്മം, മനസ്സിലായില്ലയോ? അല്ലാതെ വേറെ ഒന്നും അല്ല. അപ്പൊ ഇതേ രീതിയില്ല. അപ്പൊ ഇയാള് ഒരു കാര്യം ഷാജി മനസ്സിലാക്കണം, ഷാജി പഴയതുപോലെ വിറച്ചാൽ ഏക്കുന്നതും സംസാരിക്കാൻ ആളില്ലാത്തതും കേട്ടേച്ച് പോകുന്നതും അല്ലെങ്കിൽ അവനങ്ങ് പറഞ്ഞോട്ടെ എന്ന് പോകുന്ന രീതിയിലേക്കുള്ള ഒരു സംസ്കാരം ഒന്നുമല്ല ഇപ്പൊ കേരളത്തിലുള്ളത്. ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തത് ഇതുപോലത്തെ ഷാജിമാരാണ്. നേരത്തെ ഇപ്പം അത് വർത്തമാനം പറയാൻ ആളുണ്ട്, ഏറ്റെടുക്കാൻ ആളുണ്ട്, അമൃതാനന്ദമയെ കയറി ചൊറിഞ്ഞാൽ നീ അങ്ങനെ ചൊറിയണ്ടെന്ന് പറയാൻ ആളുണ്ട് എന്നുള്ള കാര്യം ഷാജി മനസ്സിലാക്കുക. അതുകൊണ്ട് ഷാജിയായിട്ട് ഇവിടെ ഈ പറയുന്നത് ഒരു ഉള്ള വിഷയം വലുതാക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും മാതാമൃതാനന്ദമയെ തിരുത്താനും ഒക്കെ നിൽക്കാതെ ഷാജി അങ്ങ് നല്ലതുപോലെ തിരിയുന്നതും തിരുത്തുന്നതും ഒക്കെയാണ് നല്ലത്. ഷാജിയെ പറ്റി വളരെ കൃത്യമായിട്ട് പല കാര്യങ്ങളിൽ നിന്നും പലതും പുറകോട്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. ഷാജിയുടെ മുഖം മൂടി വലിച്ചു കീറിയാൽ പുറകിൽ കാണാൻ പറ്റുന്ന ഒരു നല്ല സുഡാപ്പിയാണ്. അതെല്ലാവർക്കും അറിയുകയും ചെയ്യാം.